വെൽക്കം ടു നിയോ ഹോമാർട്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തൊരു കസ്റ്റമറുടെ വീട്ടിലാണ്. നമുക്ക് സാറിനെ പരിചയപ്പെടാം. ഇതാണ് എഡിസൺ സാറ്. നമുക്ക് സാറിൻ്റെ വീടൊക്കെ കാണാം. ഇതാണ് ഹാള്, ലിവിങ് ഏരിയ ആണിത്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. സാറിൻ്റെ മക്കളുടെ ഫോട്ടോയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ലിവിങ് റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഇനി പ്രയർ ഏരിയയിലോട്ടാണ്. ഇതാണ് ഇവിടുത്തെ പ്രയർ ഏരിയ. നല്ല അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സെറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രയർ ഏരിയ എന്ന് അടുത്തത് നമ്മൾ ഇനി നേരെ ഡൈനിങ് ഹാളാണ്. ഇവിടെ തന്നെ ഒരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ അത്യാവശ്യം സ്റ്റോറേജിനും കാര്യങ്ങൾക്കും വേണ്ടി ചെറിയൊരു കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത്. മിററൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചൻ്റെ ഇവിടുന്ന് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലോട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓപ്പൺ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിച്ചൺ കാണാം. ഇതാണ് മോഡുലാർ കിച്ചൺ. ഇവിടെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടെ തന്നെ കബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഒരു ഓവൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസുകളും കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടി ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കബോർഡിൻ്റെ കളറുകൾ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ടിൻറ്റഡ് ഗ്ലാസ്സിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കിച്ചൺ കാണാം. ഇവിടെയാണ് ചേച്ചി കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ കബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഫോൾഡിംഗ് ടൈപ്പ് ടേബിളാണ്. നമുക്ക് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് രണ്ടു പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാനും ഒക്കെയുള്ളൊരു സൗകര്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂം കാണാം. ഒന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം. ഇവിടെ കബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കബോർഡിൽ തന്നെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിൽ തന്നെ അത്യാവശ്യം നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള സ്റ്റോറേജ് ഡ്രസ്സിംഗ് ടേബിളിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം.
ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം സൗകര്യം വലുപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ ഇന്ന് സാറ് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റാണിത്. രണ്ടാമത്തെ പ്രൊഡക്റ്റാണിത്. ഇത് മൾട്ടിപർപ്പസ് തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതുകൊണ്ട് രണ്ട് ഉപകാരമുണ്ട്. ഒന്ന് നമുക്ക് അയണിങ്ങിനും അതുപോലെ തന്നെ സ്റ്റഡി ടേബിളായിട്ട്. ഇവിടെ സാറിൻ്റെ മോളിത് സ്റ്റഡി ടേബിളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെയറിൻ്റെ അടിയിൽ ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ അവിടെയാണ് കബോർഡുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജിനുള്ള നല്ല ഭംഗിയിൽ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ല ഡ്രസ്സിംഗ് ടേബിളിൽ തന്നെ നമ്മുടെ ഐറ്റംസ് ഒക്കെ വയ്ക്കാനുള്ള സ്റ്റോറേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്ന ലാൻഡിംഗ് ഏരിയ ആണിത്. ഇവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടേബിളിൻ്റെ കളറും ഇൻറ്റീരിയറിൻ്റെ കളറൊക്കെ സെയിം ആണ്, നല്ല മാച്ചാണ്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ഇനി സാറിനോട് ചോദിച്ചു നോക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല അഭിപ്രായമാണ്. അതിനകത്ത് സാരി തേക്കാം, ഷർട്ട് തേക്കാം, മുണ്ട് തേക്കാം, എല്ലാം സിമ്പിളായിട്ട്. പിന്നെ അതനുസരിച്ച് മടക്കി ഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. നല്ല സൗകര്യങ്ങളുണ്ട്. നല്ല അഭിപ്രായം. പിന്നെ ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നല്ല ഉപകാരം. അയൺ ചെയ്യുന്ന അതേക്ക് ഇടുകയും ചെയ്യും. മുണ്ടോ ഷർട്ടൊക്കെയാണ്. പിന്നെ അങ്ങനെ താഴെ ബെഡ്റൂമിൽ ഇതേപോലെ ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചിന് പഠിക്കുകയും ചെയ്യാം. അത്യാവശ്യം തുണി ഇതിൽ സ്ത്രീഡാനൊക്കെ ആയിട്ട്. അപ്പൊ സാറ് നമ്മുടെ ഇന്ന് രണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ ഇവിടെ മേളില് ലാൻഡിങ് ഏരിയയിലാണ് വെച്ചിരിക്കുന്നത് അയണിങ്ങും കാര്യങ്ങളൊക്കെ. ഒന്ന് താഴത്തെ ബെഡ്റൂമിൽ അയണിങ്ങിനും അതുപോലെ തന്നെ സ്റ്റഡി ടേബിളുമായിട്ട് രണ്ട് പർപ്പസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് നാലാമത്തെ ബെഡ്റൂം. ഇവിടെ കുറച്ച് കബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. കബോർഡിലൊരു മിറർ, വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അഞ്ചാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പവും സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അലമാരി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എഡിസൺ സാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.